ഇപ്പൊ നമ്മളെ വീക്ഷണ പ്രകാരം ഇപ്പൊ ആഖിർ സമാനം, ഹൈന്ദവ വീക്ഷണ പ്രകാരം ഇപ്പോൾ കലിയുഗമാണ്. നമ്മളിതിന് ആഖിർ സമാനം അറിയാം. അവരെന്തു പറയും? കലിയുഗം. എന്നാ കലിയുഗത്തിന് ആരംഭം? കൃഷ്ണൻ മരിക്കുമ്പോൾ കലിയുഗം തുടങ്ങും. എന്നാ ആഖിർ സമാനം തുടക്കം? റസൂലുള്ളാഹി മരണം, മൗത്ത് നബിക്കും. നിങ്ങളെ നബി മരിച്ചാൽ ആഖിർ സമാനം തുടങ്ങും. ഇപ്പൊ ലോകാവസാനം എന്നാ തുടങ്ങുക? ആഖിർ സമാനം എന്നാ തുടങ്ങുക? റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ. ഹിന്ദുക്കൾക്ക് എന്നാണ് കലിയുഗം തുടങ്ങുക? കൃഷ്ണൻ മരണപ്പെടുമ്പോ. കലിയുഗം എന്നാ അവസാനിക്കുക? കൽക്കി വരുമ്പോൾ. നമുക്ക് ഈ ആഖിർ സമാനിൽ പരിഹാരം ഉണ്ടാകുന്നപ്പോഴാ? മൗതി വരുമ്പോ. ഭയങ്കര രസമുണ്ട് ബന്ധം. നാളേക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കാം. കാരണം ലോകം എന്തായി? അവസാനിക്കാനായി. ഏറ്റവും ഭയപ്പെടേണ്ട യുദ്ധമാണ് ഈ യുദ്ധം പോലത്തെ ഒരു യുദ്ധം അടുത്ത കാലത്ത് ലോകത്തുണ്ടായിട്ടില്ല. ഏറ്റവും ഭയപ്പെടേണ്ട യുദ്ധം അത്. ഈ യുദ്ധം പോലത്തെ ഒരു യുദ്ധം 1000 കൊല്ലത്തിനിടെ ഉണ്ടായിട്ടില്ല. ഇതത്രയും പ്രശ്നം. നിങ്ങൾ വിചാരിച്ചൊന്നല്ലത്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. ഞാൻ നേരെ പിറ്റേ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇത് പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഇത് ഇറാനുമായുള്ളൊരു പ്രശ്നം ചെറിയതല്ല. എന്തുകൊണ്ട്? ആ ലോകാവസാനത്തെ കുറിച്ചുള്ള വ്യൂ പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 99% മതങ്ങൾക്ക് ഒന്നാ. തിയോളജിക്കലി മതങ്ങൾക്ക് വ്യത്യസ്തം ഉണ്ടാവും. അതായത് മതങ്ങളെ വിശ്വാസധാരകൾ പലതാകാം, മതങ്ങളുടെ അനുഷ്ഠാനങ്ങളും പലതാകാം. പക്ഷേ മൊറാലിറ്റി സൈഡിൽ മതങ്ങൾ ഏകദേശമൊക്കെ എല്ലാം ഒന്നാ. ഏകദേശം എന്ന വാക്കിന് പോലും അർത്ഥമില്ല. ഉദാഹരണമല്ല, കൈക്കൂലിയെ ന്യായീകരിക്കുന്നൊരു മതം ലോകത്തില്ല. അതൊരു അധർമ്മമാണ്. വ്യഭിചാരത്തെ ന്യായീകരിക്കുന്നൊരു മതം ലോകത്തില്ല. വ്യഭിചാരം അധർമ്മമാണ്. മോഷണത്തെ ന്യായീകരിക്കുന്നൊരു മതം ലോകത്തില്ല. മോഷണം അധർമ്മമാണ്. കൊലയെ ന്യായീകരിക്കുന്നൊരു മതം ലോകത്തില്ല. അധർമ്മമാണ്. കലഹം, പരസ്പരമുള്ള കലഹം ന്യായീകരിക്കുന്നൊരു മതം ലോകത്തില്ല. കലഹം അധർമ്മമാണ്. അന്യന്റെ ഭാര്യയെ ഒളിഞ്ഞു നോക്കൽ ന്യായീകരിക്കുന്ന ഒരു മതം. എത്ര വേദങ്ങളിൽ എത്ര ശ്ലോകങ്ങളെ കിടക്കുന്നത് മറ്റൊരാൾ ഭാര്യയെ ഒളിഞ്ഞു നോക്കിനെ പറ്റി. എത്ര വിരുദ്ധമായ ശ്ലോകങ്ങൾ തന്നെയല്ലേ. കൊല്ലിൽ മുഅ്മിനീന അവരൊക്കെ ദൃഷ്ടി താഴ്ത്തിപ്പിടിക്കണം. ഇതന്നെയല്ലേ ഖുർആൻ, അതന്നെയല്ലേ വേദം. എന്തുകൊണ്ട് ആരാൻ്റെ പെണ്ണിനെ നോക്കൽ മറ്റൊരു പെണ്ണിനെ, ഹലാലല്ലാത്തൊരു പെണ്ണിനെ നോക്കൽ അവിടെ എന്താണ്? നിഷിദ്ധാണ്, അധർമ്മാണ്. മോറൽ സൈഡിൽ മതമെല്ലാം എല്ലാ മതം ഒന്നാണ്. തിയോളജിക്കൽ വ്യത്യാസം ഉണ്ടാവും, വിശ്വാസ പ്രമാണങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആയിക്കോട്ടെ, അതിൽ നമ്മൾ തല്ലൂടണ്ട. അവർക്ക് മനസ്സിലാകാം, നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. പക്ഷെ മോറൽ സൈഡിൽ നമ്മൾ ഒന്നല്ലേ. വേറെത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നതിന് എത്ര ശ്ലോകങ്ങളാണ് വേദങ്ങളിലുള്ളത്? എത്ര തന്നെയല്ലേ ഖുർആനും. കാരണം അന്യന്റെ സ്വത്ത് അപഹരിക്കൽ എന്താണ്? ഒരു തിയോളജിക്കലി കാര്യമല്ല. എന്താണത്? അധർമ്മാണ്. കച്ചവടത്തിൽ വഞ്ചന കൂട്ടൽ മോശത്തരമാണെന്ന് പറയുന്നത് എത്ര വചനങ്ങളാണ് വേദങ്ങളിലുള്ളത്? എത്ര ബൈബിളിലുള്ളത്? എത്ര ഖുർആനിലുള്ളത്? അപ്പൊ ഇതൊരു മോറൽ സൈഡാണ്. അപ്പൊ ഈ മതങ്ങൾ തമ്മിൽ എവിടെ രണ്ടാവണ്? മതങ്ങൾ തമ്മിൽ എതിരാവുന്ന ഏരിയ ഏതാണ്? വിശ്വാസം. അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അത് ശരി തന്നെ. അതൊന്നാക്കാൻ നിങ്ങൾ കഴിയണ്ടല്ലോ, ഒന്നാക്കണ്ടോ ഇല്ല. അപ്പോൾ അവിടെ മതം വ്യത്യസ്തം തന്നെയാണ്. എല്ലാ സർവ്വമതങ്ങളും ഒന്നല്ല. പക്ഷെ എന്തിൽ ഒന്നാണ്? പറയാം, മോറൽ സൈഡിൽ ഒന്നല്ലേ, ധാർമ്മികതയിൽ ഒന്നല്ലേ. അതല്ലേ ഇവിടെ വേണ്ടുള്ളൂ. അപ്പൊ അപ്പുറത്ത് ഒരുത്തന് കള്ള് കുടിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് ഒരുത്തനുണ്ടെങ്കിൽ, ഇയും കൃഷ്ണനും പിന്നെ തോമാച്ചനും ഒരേ ഏരിയ താമസിക്കുകയാണ് എങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ തോമാച്ചനും കൃഷ്ണൻ്റെ പറ്റി വരും. പിന്നെ ആ ചങ്ങായിയോടെ രാത്രി ഭയങ്കര ബാളാ. അറിഞ്ഞിട്ടില്ലേ? ഞാനും എന്തോ കേട്ടു. എന്താ കേട്ടാ പറ്റി പുറത്തിറങ്ങി വാ, മെമ്പറോട് പറയാം, ഇതിവിടെ നടക്കൂല. തോമാച്ചനും കൃഷ്ണനും എൻ്റെ പേരിൽ വന്ന് എന്നെ ക്ഷണിച്ച് നേരെ മെമ്പർ എടുത്തു പോയി. മെമ്പർ എങ്ങനെയാണ് പ്രശ്നമുണ്ട്? നമ്മൾ ഓനാട് തന്നെ ഉണ്ടാക്കണില്ല, ഇത് ഇവിടുത്തെ മെമ്പറാണ് തീരുമാനം ഉണ്ടാക്കി തരണം. എന്തുകൊണ്ട്? ഞങ്ങളുടെ പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. ഓൻ എവിടെ പോയിക്കോട്ടെ, ഇവിടെ നടക്കൂല. ഇതെന്തുകൊണ്ട്? അതേസമയത്ത് ഈ 3 ആൾ വിശ്വാസം രണ്ടാണ്. ആണോ അല്ലേ? ഇവരെ കർമ്മങ്ങൾ രണ്ടാണ്, പക്ഷെ മൊറാലിറ്റി ഒന്നാണ്. നട്ടപ്പാതിരക്ക് ഇവിടെ അങ്ങനെ അപ്പുറത്തെ ആ പരിയിൽ ഇടക്കിടക്ക് രാത്രി 12 മണിക്ക് കാറ് വരുന്നു പോണു. ഇവിടെ എന്തോ നടക്കണുണ്ടല്ലോ, എന്തോ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായിക്കോട്ടെ, അതുകൂടെ നടക്കൂല. നമ്മളെ 4 ആൾ നിന്നിട്ട് കാറുകാരോട് പറയണം, നമ്മളാ പരിപാടി നടക്കൂല, ഇതിവിടെ ആണുങ്ങളുടെ നാടാണ്, ഇവിടെ ഞങ്ങൾ ആണും പെണ്ണും മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ്, ഇനി ഇവിടെ ഉണ്ടാകരുത്.
മെമ്പറോട് പറഞ്ഞു, പരിധി വിടുകയാണെങ്കിൽ പോലീസിനോട് പറഞ്ഞു, ഇവിടെ മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട തോന്നിയാസൊക്കെ ചെയ്തോട്ടെ, ഇവിടുന്ന് പോകണം. എന്തേ അങ്ങനെ പറയില്ലേ? അതിൽ കൃഷ്ണൻ കൂടാറുണ്ടോ അല്ലേ? കൃഷ്ണൻ കൂടും, തോമസ് കൂടും, ജേക്കബ് കൂടും, ഇഷു കൂടും. എന്തുകൊണ്ട്? അതവിടെ വിശ്വാസമല്ല, പിന്നെന്താണ്? ധർമ്മമാണ്. ധർമ്മത്തിൽ എല്ലാവരും ഒന്നാണ്. എന്താ അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാക്കി. ഈ വിഷയങ്ങളെല്ലാം എല്ലാവരും പഠിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. അതായത് ധാർമ്മികതയെ സംരക്ഷിക്കാൻ എല്ലാവർക്കും കൂടി കഴിയും. അതാണല്ലോ ആവശ്യം. മറ്റേത് ലക്കും ദീനുക്കും ഓരോരുത്തർക്കും ഓരോ മാറ്റം ആയിക്കോട്ടെ, ഇപ്പം എന്താ പ്രശ്നം? എന്നൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹദ് യുദ്ധത്തിൽ വളഞ്ഞപ്പോൾ അന്ന് ജൂതന്മാർ എന്ത് ചെയ്തില്ല? ജൂതന്മാർ, ഓർത്തഡോക്സ് ജൂതന്മാർ അന്ന് അവരുടെ പ്രധാനപ്പെട്ട സാബത്ത് നാളാണ് എന്ന് ശനിയാഴ്ച അന്ന് ഒരു സാബത്ത് ആരാധനക്ക് വന്നില്ല. മുഹമ്മദിനെ സംരക്ഷിക്കണം. അദ്ദേഹം നല്ല മനുഷ്യനാണ്, ദൈവത്തിൻ്റെ ആളാണ്. നബിയാണെന്ന് നമ്മൾ പറയണ്ട, പക്ഷെ ദൈവത്തിൻ്റെ ആളാണ്. നബിയാണ്, അന്ത്യപ്രവാചകനാണെന്നാണ് അവർക്ക് വേഗം വിശ്വസിക്കേണ്ടത്. വേണ്ട, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ സംരക്ഷിക്കാൻ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ പള്ളിയിൽ നമ്മൾ ഇന്ന് ജുമാക്ക് പ്രധാനമായതുപോലെ അവർക്ക് ശനിയാഴ്ച പ്രധാനം പോയില്ല. അവർ കിട്ടിയ മരവാളും അതും എടുത്തുകൊണ്ട് നേരെ വഹദിലേക്ക് വന്നു, റസൂലുള്ളാഹിനെ സഹായിച്ചു. അക്കൂട്ടത്തിൽ ഷഹീദായ കൂടുതലൊരു ജൂതനുണ്ട്. ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതൻ അന്ന് ഷഹീദായി. എവിടെ ഷഹീദായി? വഹദിൽ ഷഹീദായി നബിക്ക് വേണ്ടി. എന്തുകൊണ്ട്? ഇത് നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനെ സംരക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ്. മതമൊക്കെ രണ്ട് തന്നെ, പക്ഷെ സംരക്ഷിക്കൽ നമ്മളെ ബാധ്യതയാണ്. അതൊരു മോറൽ സൈഡല്ലേ? പറഞ്ഞത് മനസ്സിലായോ? ഒരു മോറൽ സൈഡല്ലേ? ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നല്ലവനായ ഹിന്ദു, ഒരു സംഘം മാപ്പിള ചെക്കന്മാർ ഇവനെ തല്ലാൻ വന്നു, നിങ്ങൾ വിടുവോ? പറയാൻ വിടൂ. ഇവിടുന്ന് വരുന്നു, ഞാനിങ്ങനെ താൻ ചിന്തിന് ഓന് കോടതി കേസ് കൊടുത്തോ? ഇവിടെ തല്ലുണ്ടാക്കാൻ പറ്റൂല, ഞങ്ങളോട് ഒന്ന് ജീവിക്കണാണ്. ഓനെ കൊണ്ട് രൂപത്തിൽ ഇവിടെ ഇല്ല. ഓനീ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളില്ല. പക്ഷെ പോലീസ് പോയി കേസ് കൊടുത്തോളൂ. ഇവിടെ ഞങ്ങളെ മുന്നിട്ട് വന്നെ അടിച്ചാൽ എന്നെ ഞങ്ങൾ പണിയാക്കും. ഈ മര്യാദയ്ക്ക് തിരിച്ചു പോകില്ല. എന്തേ അത് നമ്മൾ പറയില്ലേ? എതിർക്കണ ആള് മുസ്ലിം, നീ തല്ലാൻ ഒരുങ്ങുന്നത് ആരെ? മുസ്ലിം. ആരെ സംരക്ഷിക്കാൻ വേണ്ടി? ഒരു ഹിന്ദുവിനെ. എന്തുകൊണ്ട് വരും? അത് മോറൽ സൈഡാണ്. ആണോ? അല്ലേ? അവിടെ നമ്മളെല്ലാവരും ഒന്നല്ലേ? വർഗീയത വളർന്നാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല. വർഗീയത വളർന്നാൽ എങ്ങനെ വരെ പോലീസ് ഉണ്ടോന്നാണ് എല്ലാവരും നോക്കുക. ഇന്ന് വളരുന്നത് എന്താണ്? പഠനമല്ല, പിന്നെ എന്താ വളരുന്നത്? വർഗീയതയാണ്. അപ്പൊ എങ്ങനെങ്കിലും ഇവിടുന്ന് തുരത്താൻ നോക്കുക. വർഗീയതക്ക് കണ്ണില്ല. വർഗീയത വളരാൻ പാടില്ല. വർഗീയത വളർന്നാൽ മോറൽ സൈഡ് നശിച്ചു. അപ്പൊ ഈ രണ്ട് മതങ്ങൾ, ഇപ്പൊ നേരത്തെ നമ്മൾ എന്താ പറയുന്ന മാർക്കണ്ഡേയ പുരാണത്തിലെ ലോകാവസാനത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ പ്രഭാഷണം നടത്തിയപ്പോൾ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അത് കണ്ടു. എനിക്കതാ ഉദ്ദേശമുള്ളത്. എന്തുകൊണ്ട്? പൊതുവെ വേദം പഠിക്കുന്നതിൽ നിന്ന് വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇപ്പോൾ ആര്? ഹൈന്ദവ സമൂഹം. അവരുടെ വേദം പഠിക്കണം. അവർക്ക് കണ്ണിന്റെ മുന്നിൽ അത് കാണാൻ കഴിയും. അവർ ഖുർആനല്ല പഠിക്കേണ്ടത്. അവർ പഠിക്കേണ്ടത് ആദ്യം എന്താണ്? പിന്നെ അവർ എന്ത് പഠിക്കട്ടെ, പിന്നെ അവർ ഖുർആൻ പഠിച്ചാലും വേണ്ടില്ല. അവരുടെ വേദം പഠിക്കണം. ഹിന്ദുവിന്റെ വേദമല്ലേ പഠിക്കേണ്ടത്? ക്രിസ്ത്യാനി അതാണോ പഠിക്കേണ്ടത്? ക്രിസ്ത്യാനി പഠിക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ വേദമാണ്. ഹിന്ദു അതിൽ മോറൽ സൈഡ് ഒന്നാണ്. ഹിന്ദു പഠിക്കേണ്ടത് ഹിന്ദുവിന്റെ വേദമാണ്, അവിടെ മോറൽ സൈഡ് ഒന്നാണ്. മുസ്ലിം പഠിക്കേണ്ടത് മുസ്ലിം വേദമാണ്, അപ്പോൾ അവിടെ മോറൽ സൈഡ് ഒന്നാണ്. സമൂഹത്തിൽ നമുക്ക് നല്ല നിലക്ക് ജീവിക്കാൻ കഴിയും. പണ്ടത്തെ കാലത്ത് ഒക്കെ എല്ലാ കാര്യം ധർമ്മം, നീതി, സത്യം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വല്യപ്പാനെ പറ്റി ഞാൻ പറഞ്ഞ അപ്പുക്കുട്ടൻ വൈദ്യർ ഒന്നിങ്ങനെ കാല് പിടിച്ച് നോക്കിയാൽ മതി, വല്യപ്പാന് ദീനം മാറും. അയാൾ വലിയ വിശ്വാസം വല്യപ്പാക്ക്. അപ്പൊ എന്നതുപോലെ അപ്പൊ ഇതൊക്കെയാണ് ഈ പഠനത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥമായ താല്പര്യം. ഇപ്പൊ നമ്മളെ വീക്ഷണപ്രകാരം ഇപ്പൊ ആഖിർ സമാന, ഹൈന്ദവ വീക്ഷണപ്രകാരം ഇപ്പോൾ കലിയുഗമാണ്. നമ്മളിതിന് ആഖിർ സമാന അറിയാം. അവരെന്തു പറയും? കലിയുഗം. എന്നാ കലിയുഗത്തിന് ആരംഭം? കൃഷ്ണൻ മരിക്കൽ. കൃഷ്ണൻ മരിക്കുമ്പോൾ കലിയുഗം തുടങ്ങും. എന്നാ ആഖിർ സമാൻ തുടക്കം? റസൂലുള്ളാഹിന്റെ മരണം, മൗത്ത് നബിക്കും. നിങ്ങളെ നബി മരിച്ചാൽ ആഖിർ സമാൻ തുടങ്ങും. അപ്പൊ ബിഗിൻ സ്റ്റേജ്. എന്താ ഒരു യോജിപ്പ്? എന്നാ കലിയുഗം തുടങ്ങ? കൃഷ്ണൻ ശ്രീകൃഷ്ണൻ
അവരെ വീക്ഷണപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മരണമാണ് അവർക്ക് കലിയുഗ ആരംഭം. നമുക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ മൗത്ത് നബിയിക്കും സിത്തുൻ ഖബല ദജ്ജാൽ മൗത്ത് നബിയിക്കും. ദജ്ജാലിന് 6 കാര്യമുണ്ടാവും. ഒന്നാമത്തെ നിങ്ങളുടെ നബിയുടെ മരണം തന്നെ. അപ്പൊ ലോകാവസാനം എന്നാ തുടങ്ങുക? ആഖിർ എന്നാ തുടങ്ങുക? റസൂൽ വഫാത്താവുമ്പോ. ഹിന്ദുക്കൾക്ക് എന്നാണ് കലിയുഗം തുടങ്ങുക? കൃഷ്ണ മരണപ്പെടുമ്പോ. കലിയുഗം എന്നാ അവസാനിക്കുക? കൽക്കി വരുമ്പോൾ. നമുക്ക് ഈ ആഖിർ സമാനിൽ പരിഹാരം എന്തായാലും എപ്പോഴാ? മഹദി വരുമ്പോ. ഇതെങ്ങനെ ഇങ്ങനെ ഒന്ന് ഭയങ്കര രസമുണ്ടല്ലോ ബന്ധം. നമ്മളിപ്പോ ഏത് കഷ്ടപ്പാട് പിന്നെന്തിനാലോചിക്കണ്ടല്ലോ. ഇപ്പോഴുള്ള കാര്യം ഇപ്പോഴല്ലേ നമ്മളുള്ളത്. പിന്നെന്താണ്? ഊതിക്കോളും, ഊടേ തീരെ എന്തോ ആയിക്കോട്ടെ. ഇപ്പോഴുള്ള പ്രശ്നം തീരാൻ ആര് വന്നാൽ മതി? മഹദി വന്നാൽ മതി. കലിയുഗം തീരാൻ ഹൈന്ദവ സമൂഹത്തിന് എന്ത് വന്നാൽ മതി? കൽക്കി വന്നാൽ അത് കഴിഞ്ഞു. കൽക്കി വന്നതോട് കൂടെ ഉണ്ടാവും അവർക്ക് 4 യുഗങ്ങളാണ്. 4 യുഗങ്ങളാണ് അവർക്ക്. കൃതയുഗം, തേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആ കലിയുഗത്തിന്റെ അവസാനമാണ് ആര് വരുന്നത്? കൽക്കി വരുന്നത്. കൽക്കി വന്നാൽ അവസാനം അധർമ്മം അതിന്റെ പരമകോടി എത്തുമ്പോൾ ഭഗവാൻ വിഷ്ണു കൽക്കിയായി അവതരിക്കുമെന്നും ലോകത്തെ ശുദ്ധീകരിച്ച് സത്യയുഗം ആരംഭിക്കുമെന്നുമാണ് അവർ വിശ്വാസം. മഹാവിഷ്ണുവിന് പല അവതാരങ്ങൾ. അവസാനത്തെ അവതാരമാണ് എന്ത്? കൽക്കി. നമ്മളുടെ അവതാരമല്ല. മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം. മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ ഫാത്തിമ ബിന്റെ പേരക്കുട്ടികളിൽ ഒരാൾ ജനിക്കും. ആര്? അൽ മഹദി മുഹമ്മദ് ബിൻ അബ്ദുല്ല. ഈ അബ്ദുള്ള പോലും അവിടേക്ക് കൃത്യ. അബ്ദുള്ള എന്താ? ദൈവദാസൻ. ദൈവദാസൻ എന്ന ഒരാളെ മകനായിട്ടാണ് ആര് ജനിക്കുക? കൽക്കി ജനിക്കുക. ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ആര്? അബ്ദുള്ള. കൽക്കിയുടെ അമ്മ സമാധാനപ്രിയ എന്നാണ് അവരുടെ ഭാഷാർത്ഥം. ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നീട് കേൾപ്പിച്ചുതരാം. അവരുടെ ഭാഷ, അവരുടെ ഒരു പേരുണ്ട് അവർക്ക്, എന്താ പറയുക സംസ്കൃതത്തിൽ. അതിൻ്റെ ഭാഷാർത്ഥം സമാധാനപ്രിയ എന്നാണ്. അതുതന്നെയാണല്ലോ ആരെ പേരും? മദിമാമിൻ്റെ അമ്മാൻ്റെ പേര്, മദിമാമിൻ്റെ വാപ്പാൻ്റെ പേര് ഒക്കെ കൃത്യമാണ്. മനസ്സിലാണ് പറഞ്ഞത്. അതെല്ലാം കൃത്യമാവുന്നുണ്ട്. എല്ലാ ആളുകളും ഇത് ഇനി പഠിച്ചാൽ മതി. ഇവിടെ എല്ലാ അടിസ്ഥാനം ഒന്നാണ്. തെറ്റിപ്പോലെ എല്ലാവർക്കും നടന്നിട്ടുണ്ട്. ഖുർആനിൽ മാത്രമേ തെറ്റ് വരാത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് മനുഷ്യന് ഉപകാരം ഉണ്ടാവും, അപ്പുറത്തുണ്ട്. എല്ലാത്തിനും കൂടെ തള്ളിയിട്ട് ചൊറ്റക്കാൻ നോക്കണം. അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ഈ ജൂതന്മാരെ കൊണ്ട് റസൂലുള്ളാഹിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ പിൽക്കാലത്തിന് നബിയുടെ സമുദായത്തിന് ഉപകരിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ ബൈസന്റൈൻ ക്രിസ്ത്യാനികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങളോടുകൂടെ യുദ്ധം ചെയ്തിട്ട് യുദ്ധക്കളത്തിൽ ചെയ്തായ സംഭവങ്ങൾ 100 കണക്കിനാണ്. 100 കണക്കിന് സംഭവങ്ങൾ. ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പഠനത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം. ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം അതാണ്. ഇപ്പം ചില ആളുകൾ പറഞ്ഞ ഇത്തരം പഠനങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇത്തരം പഠനങ്ങൾ ഇപ്പോൾ കാസിമിൻ്റെ പ്രസംഗം കൊണ്ട് ജനങ്ങൾക്ക് പേടി കൂടുകയാണ്. കാസിമിൻ്റെ പ്രസംഗം കൊണ്ട് ജനങ്ങൾക്ക് പേടി കൂടുകയാണ്. പേടിപ്പിക്കുക പറഞ്ഞാൽ ഞാൻ പേടിപ്പിക്കൽ 2 ജാതിയാണ്. ഇപ്പോൾ ഉദാഹരണം പേടിപ്പിക്കൽ 2 ജാതിയാണ്. ഉദാഹരണം പറയാം. പിന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉമ്മാര് എന്ത് ചെയ്യും? കുട്ടീനെ എടുത്ത് ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് അതിൽ പിന്നെ എന്താണ് പറയും, ഇതാണ് പിന്നെ പോക്കാൻ വരുന്നുണ്ട്, മറ്റത് വരുന്നുണ്ട്, മറ്റേ കോത്താമ്പി വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. അതിനനുസരിച്ച് വേഗം തിന്നോ, ആകെ ഭക്ഷണം കേൾക്കാത്ത കുട്ടികളെ പിടിച്ചുകൊണ്ട് വെക്കാന്ന് പറയും. അതുപോലെ അയാഥാർത്ഥ്യമാണ്. നല്ലൊരു മംഫായത്തുണ്ട്. എന്ത് മനസ്സിലായില്ല? അതൊരു ഉപകാരമുണ്ട്. ഉമ്മാക്ക് അങ്ങനെ ചെയ്തൂടെ? ഈ കാലം വരെ അങ്ങനത്തെ ഒരു കോത്തമ്പി വന്നിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ കഴിഞ്ഞ മുഴുവനും ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഉമ്മമാർ മുഴുവനും ഈ വിദ്യയിലാണ് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ അതൊരു അയാഥാർത്ഥ്യമാണ്. പക്ഷെ അതിലെന്തുണ്ട്? ഉപകാരമുണ്ട്. ഞാനീ പറയുന്നത് അയാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യവുമാണ്. അതിലെന്തുണ്ട്? ഉപകാരമുണ്ട്. ഇനി ആ അയാഥാർത്ഥ്യത്തിനെതിരെ അപ്പുറത്തൊരാൾ ഒരു അക്കാലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മകൻ പുറത്ത് നാട് കുട്ടിനോട് പറയാണ്, എന്ത് ഉമ്മ വെറുതെ നിന്നോട് പറഞ്ഞതാണ്, ഉമ്മ
പച്ച നുണയാണ് ഈ ഉമ്മ പറയുന്നത്. ഒരു ഉമ്മാൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരമായ മകൻ ഇങ്ങനെ വലുതായി നോട്ട് ഓനും ഇതേ ഭാഷ പറഞ്ഞാണ് ഉമ്മ തെറ്റിച്ചിരുന്നത്. പിന്നെ ഓൻ വലുതായി കമ്മ്യൂണിസ്റ്റായി, പിന്നെ ഓന് യുക്തിവാദിയായി കമ്മ്യൂണിസ്റ്റായി. അപ്പോൾ പുതിയ ചെറിയ കുട്ടിക്ക് ഉമ്മ ഈ ചോറ് കൊടുക്കുന്ന നേരത്തെ ഓനെന്താ പറയാ? ശുദ്ധമായ വിഡ്ഢിത്തരം. ഈ കാലം വരെ ഒരു അങ്ങനെ കോത്താമ്പി വന്നിട്ടില്ല, ഇജ്ജ് കുട്ടിയെ തിന്നണ്ട, അതൊക്കെ വെറുതെ തട്ടിപ്പണത്തിൽ ഒരുപാട് ഞാൻ പെട്ടതാണ്. ഇവൻ സാമൂഹ്യ ദ്രോഹിയാണ്. ആര്? ഇവൻ സാമൂഹ്യ ദ്രോഹിയല്ലേ? എന്താണ് ഇവനോ ഇതുകൊണ്ട് ഇപ്പം ഉണ്ടായത്? ആ കുട്ടി ചോദിക്കാൻ നിന്നു, അതിന്റെ തടി ക്ഷീണിച്ചു. അപ്പൊ അയാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനെ നിരാകരിക്കാൻ പാടില്ല. അതിന്റെ പിന്നിൽ എന്തുണ്ടെങ്കിൽ ഒരു ഉപകാരമാണ്. ഇത് യാഥാർത്ഥ്യമാണ്. ഞാനീ പറഞ്ഞൊക്കെ യാഥാർത്ഥ്യമാണ്. പിന്നെ പേടിയിൽ ഒരു പേടിയിൽ ഒരാൾ പുറകോട്ടൊന്നും പോവില്ല. അപ്പൊ ഏറ്റവും പേടി ഖബർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ആരെയും കരിയില്ല എങ്കിൽ ഖബർ കാണുമ്പോൾ കരയുന്ന മനുഷ്യന്റെ കാലത്താണ് യൂറോപ്പിൽ ഇസ്ലാം എത്തിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും വേണ്ട, മരിക്കാനായി നടത്തിക്കണ്ടേ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടത്. ഇതിന്റെ ഒരാളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖബറാണ് പേടിയാ, എടുക്കണ പണി യൂറോപ്പിലാ. അപ്പൊ മനുഷ്യൻ പേടി വന്നാൽ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ തയ്യാറാവും. ഭയം ആവശ്യമാണല്ലോ. എനിക്ക് അറിയുന്നൊരു സംഭവം വളരെ സ്ഥലമെന്ന് അറിയുന്നൊരു സംഭവം. പാണക്കാട് പള്ളിയുടെ ആ പോയക്കത്തെ ജമാഅത്ത് പള്ളിയുടെ പ്രധാനപ്പെട്ട അധികാരി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഋഷിയായിരുന്നു. അവർക്ക് ഒരു രോഗം വന്നു. ആ രോഗം അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ കാലത്ത് പള്ളിപ്പണി നടക്കുക. അപ്പോൾ ആ പള്ളിപ്പണിയിൽ തങ്ങൾ ചെയ്ത സേവനം വളരെ വലുതാണ്. തങ്ങൾക്കൊരു വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മരണത്തിന് മുമ്പ് പള്ളിപ്പണി പൂർത്തിയാണ്. ഈ ഭയം കൊണ്ട് ഈ മനുഷ്യൻ വീട്ടിൽ പോയി കിടക്കയത് അല്ല. ആ മനുഷ്യൻ എന്ത് അധികരിച്ചു? ഇത് സത്യമല്ലേ? സത്യമാണ്, എനിക്കത് അറിയാം. എന്നൊക്കെ തങ്ങളോട് വലിയ ബന്ധമുള്ള മനുഷ്യനാണ് ഞാൻ. തങ്ങൾക്ക് സുഖമില്ല, അത് വലിയ രോഗമാണെന്ന് തങ്ങൾക്കറിയാം. പക്ഷെ തങ്ങൾ എന്താ അവിടെ ചെയ്തത്? ഇപ്പം ഇതിൽ പേടിയുണ്ടല്ലോ. ഒരാൾക്ക് വലിയ ഒരു രോഗം വന്നാൽ അയാൾക്ക് അതറിയുകയും ചെയ്താൽ അയാൾക്ക് പേടി ഉണ്ടാവില്ലേ? ഈ പേടി ആ മനുഷ്യനെ കടന്നുറങ്ങാനാണോ പ്രേരിപ്പിച്ചത്? അല്ല, പകരം എന്താണ്? എൻ്റെ ഡ്യൂട്ടി പൂർത്തിയായിട്ടില്ല. ആയിരക്കണക്കായ ആളുകൾക്ക് അള്ളാഹുവിനെ കുമ്പിടാൻ സൗകര്യമായി ഒരുക്കിയിട്ട് വേണം എനിക്ക് മരിക്കാൻ. അപ്പൊ ഒരു മനുഷ്യന് ഭയം അധികരിച്ച്, യഥാർത്ഥ ഭയം കോത്താമ്പി പേടിയല്ല, അതിലും ഒരു ഉപകാരമുണ്ട്. ഇത് യഥാർത്ഥ സത്യമാണ്. നമ്മൾ ഈ വിശദീകരിക്കുന്നത് ആഖിർ സമാനിൽ പുണ്യ റസൂൽ പറഞ്ഞതാണ്. ഇതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്നത് എന്താണ്? യാഥാർത്ഥ്യ ബോധം. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ട്, വേഗം എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യണം. ഞാൻ മരിക്കാനായിട്ടുണ്ട്. നാളെ നീ മരിക്കുമെന്ന് ചിന്തിച്ച് അമൽ ചെയ്യണം. നാളെ നീ മരിക്കും. ഒരു അമൽ ചെയ്യുകയാണെങ്കിൽ അന്നക്കത്തെ മുത്തോതൻ, നിന്റെ വീക്ഷണത്തിൽ നീ നാളെ മരിക്കുമെന്നാകണം. റസൂൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നാളെ മരിക്കും, നാളെ ലോകാവസാനം എത്താനായി എന്നത് നമുക്ക് എന്താണ്ടാക്കുക? യാഥാർത്ഥ്യ ബോധം. അപ്പൊ ആ മനുഷ്യന്മാരെ നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റൂല. ഒരുപക്ഷെ ഓൻ നാളെ ഈ ബോധമായി കഴിഞ്ഞാൽ ഓൻ എൻ്റെ ഒപ്പം സിന്ദാബാദ് വിളിക്കാൻ പോരൂല. അതിന് വലിയ ലാഭമൊന്നുമില്ല എന്ന് ഓനെ അറിയാം. ഓൻ 10 സാധുക്കളെ സഹായിക്കും, ബാക്കിയുള്ള നേരെ നിൽക്കുകയില്ലും. ഓന് നിസ്കരിക്കുന്നൊരു ഖിലാസ് ഉണ്ടാവും. അപ്പോൾ സംഘടനകൾക്ക് വല്ലാതെ വട്ടത്തിൽ തിരിക്കാവനെ കിട്ടൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യനെ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന യാഥാർത്ഥ്യ ബോർഡാണ്. ഈ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഏറ്റവും ഇതൊക്കെ ഉണ്ടായിട്ടേ മറ്റുണ്ടാണ്ടുള്ളൂ. ഒന്നാമത്തത് എന്താണ്? നാളേക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് അവനെ കൊണ്ട് ചിന്തിപ്പിക്കാം. കാരണം ലോകം എന്തായി? അവസാനിക്കാനായി. ഏറ്റവും ഭയപ്പെടേണ്ട യുദ്ധമാണ് ഈ യുദ്ധം. ഈ യുദ്ധം പോലത്തെ ഒരു യുദ്ധം അടുത്ത കാലത്ത് ലോകത്തുണ്ടായിട്ടില്ല. ഏറ്റവും ഭയപ്പെടേണ്ട യുദ്ധം അത്. ഈ യുദ്ധം പോലത്തെ ഒരു യുദ്ധം 1000 കൊല്ലത്തിനിടെ ഉണ്ടായിട്ടില്ല. ഇത് അത്രയും പ്രശ്നം. നിങ്ങൾ വിചാരിച്ച ഒന്നല്ലത്. ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം. ഞാൻ നേരെ പിറ്റേ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇത് പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഇത് ഇറാനുമായുള്ളൊരു പ്രശ്നം ചെറിയതല്ല. എന്തുകൊണ്ട്? അവരുടെ ബാപ്പാനെ കൊന്നു. അവർക്ക് സ്വന്തം പിതാവിനേക്കാളും വലുതാണ് ആത്മീയ പിതാവ്.
ആത്മീയ പിതാവ് എന്നൊരു കൺസെപ്റ്റ് ദീനിൽ വേറെ ഇല്ല, ആർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ആത്മീയ പിതാവ് മുസ്തഫ നബിയാണ്. അന്ത ഉമ്മുൻ അം അബൂ. സുന്നികളെ ആത്മീയ പിതാവ് ആരാ? പറയാ ഹബീബ റസൂലാണ്. പിന്നെ ഷെയ്ഖന്മാരുള്ള മുരീദന്മാർക്ക് ഷെയ്ഖ് ആത്മീയ പിതാവാണ്. അത് ചർച്ച പിന്നീട് പറയും. പരക്കെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരൊറ്റ ആത്മീയ പിതാവാണ് ഹബീബ റസൂലുള്ള. മനസ്സിലാണ്. പിന്നെ ഒരു ഗുരുവിന്റെ കീഴിൽ ധർമ്മം പഠിച്ച് നന്നാകാൻ ആഗ്രഹിക്കുന്ന ആ ഗുരു വഹിക്കുമ്പോ പ്രശ്നമാണ്, അതേ ഉള്ളൂ. അതേസമയത്ത് ഷിയാക്കളുടെ മതം തന്നെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ആത്മീയ പിതാക്കളുമായി. ആ ആളെ കൊല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ അപ്പൊ എല്ലാവരും ചിരിച്ചു. ഇറാന്റെ കഥ കഴിഞ്ഞു. കഥ കഴിഞ്ഞ് അവരവസാനത്തെ ആളും മരിക്കും. എന്തുകൊണ്ട്? അവരെക്കാൾ പ്രധാനമാണ് ആര്? ആത്മീയ പിതാവ്. പിന്നെ ആ പിതാവിനെതിരെ പറയുന്നവര് ആ നാട്ടിലുണ്ടാവും. അതെങ്ങനെ ആ രാജ്യം ആ വ്യക്തിക്കെതിരാന്ന് തെളിവാകുക? ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഇവിടെ BJPക്കോ അല്ലെങ്കിൽ ശ്രീ നരേന്ദ്രമോദി എന്നവർക്കോ എതിരായി പറയുന്ന വ്യക്തികൾ ഉണ്ടാവൂലേ? ഉണ്ടാവുമല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. അത് നമ്മൾ വിഭിന്ന ചേരി എന്നുള്ളതിന് തെളിവാണ്. അത് നമ്മളെ ഉള്ളിലെ കാര്യമല്ല, ഒരു വിഷയം എന്നല്ലാരും ഒന്നല്ല. ആണോ? അല്ലേ? നരേന്ദ്രമോദി എന്ന ആൾക്കൊരു ചെറിയ അപകടം പാകിസ്ഥാനോ ചൈനയോ ഉണ്ടാക്കിയാൽ നമ്മൾ ഇന്ത്യക്കാർ വെറുതെ ഇരിക്കും? നമ്മൾ ഗൾഫിലുള്ളവൻ പാകിസ്ഥാനെ തല്ലൂല്, ഞങ്ങളെ പ്രധാനമന്ത്രി തുടങ്ങിയാരുടെ. അതേസമയത്ത് നമുക്ക് ആരോട് ദേഷ്യമുണ്ട്? ഈ BJPയുടെ നമുക്ക് ദേഷ്യം ഉണ്ടാവും. അതേപോലെ പ്രധാനമന്ത്രിയെ പാകിസ്ഥാനികൾ ഉപദ്രവിച്ചാൽ നമ്മൾ നോക്കിക്കണോ ഇന്ത്യക്കാരനാവും? എന്തെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാത്തത്? നമ്മൾ നരേന്ദ്രമോദിയും BJPയൊക്കെ തമ്മിലുള്ള പ്രശ്നം നമ്മൾ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്, എന്തല്ല. അവർക്ക് നമ്മൾ ഈ പാകിസ്ഥാനികളെക്കാൾ നമുക്ക് അടുത്ത ആൾ ആരെന്നെയാണ്? നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരല്ലേ, ഇന്ത്യയല്ലേ? അല്ലാത്ത എണീറ്റ് പോയിക്കും. എൻ്റെ ക്ലാസ്സിലുണ്ട്, എൻ്റെ ക്ലാസ്സിൽ ഇന്ത്യക്കാർ മതി. ഇന്ത്യ സ്നേഹിക്കും. നമ്മൾ ഇന്ത്യക്കാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് സൗദി അറേബ്യയിൽ നേട്ടമുണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് ഇന്ത്യൻ നാട്ടിൽ നേട്ടം വേണം. സൗദി അറേബ്യ ജനങ്ങൾ നന്നായതുകൊണ്ട് എനിക്ക് കാര്യമില്ല, എൻ്റെ നാട്ടിലെ ജനങ്ങൾ നന്നാണ്. സൗദി അറേബ്യ ജനങ്ങൾക്ക് വെള്ളം കിട്ടിയോണ്ട് എനിക്ക് കാര്യമല്ല, എൻ്റെ നാട്ടിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കിട്ടുള്ളൂ. ആണോ? അല്ലേ? അത്രയല്ലേ ഉള്ളൂ. എനിക്ക് എൻ്റെ നാട്ടിലെ വെള്ളമുണ്ട്. എനിക്ക് സൗദി അറേബ്യയിൽ വെള്ളം കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയാലും വേണ്ടില്ല. അത് പിന്നെ നമ്മുടെ നാട്ടിൽ വെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാ? സൗദിയിൽ വെള്ളമല്ലേ ഇരിക്കും, പഠിച്ചു പോനെ. അത് പിന്നത്തെ കാര്യമാണ്. അവർക്ക് വെള്ളം കൊടുക്കണേ, വെള്ളം എത്തിച്ചു കൊടുക്കില്ല, ഒന്നുമില്ല, ജിദ്വായർക്കും. അത് എൻ്റെ നാട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ എനിക്ക് ജിദ്വായർക്കിൽ മാത്രമല്ലോ വെള്ളം അന്വേഷിക്കണ്ടേ? നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിലൊന്ന് ചിന്തിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരിലും ഭിന്നത. ഏതോ ആളുകൾ ആ നാട്ടിൽ എതിരെ പറയുന്ന ആളുകൾ ഈ വ്യക്തിക്കെതിരെ വന്ന് എല്ലാ നാട്ടിലും ഉണ്ടാവുള്ളൂ. അത് പ്രൊപ്പഗണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതാണോ കാണിക്കേണ്ടത്? പൊതുവെ ആ നാട്ടുകാരെല്ലാം ഒന്നായിരിക്കും. ആ നാട്ടിലെ നേതാവിന് പൊതുവെ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇത് ഈ പ്രശ്നം തീരൂല. ഇത് ഭയാനകമായ പ്രശ്നമാണ്. ഇനി അവർ വിചാരിച്ചത് തീർക്കണം. നമ്മൾ ഇന്റലിജന്റ്. ഇതില്ലെങ്കിൽ അടയാളങ്ങൾ റസൂൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആയിരക്കണക്കായ അടയാളങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഇനി ഏത് സമയത്തും ഇത് സംഭവിക്കും. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് പോകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ഭൗതിക താല്പര്യത്തെ കുറക്കണം. അവിടെ ആനമയിൽ ഒട്ടകഞ്ഞി കളിക്കാൻ പോകരുത്. നമ്മൾ ഇന്നിപ്പോ നമ്മളെ അവസ്ഥ എന്താ? ഭൗതികതയെ അഭിരമിച്ച് കിടക്കുക. ആരും മോലിയായി തങ്ങള് നാടൻ ഒരു വ്യത്യാസമില്ല. എന്തില്ല? നാളെ മറ്റന്നാൾ ഖിയാമത്ത് നാളാവും എന്ന ചിന്ത ഇല്ലാത്തോണ്ട് എല്ലാരും കളിച്ച് കിടക്കണം. എന്തിൽ എല്ലാരും എന്തിനാ കിടക്കണത്? ദുനിയാവിൽ അഭിരമിച്ച് കിടക്കാണ്. ഇതൊരടയാളാണ്. ഇതും ഒരടയാളാണ്. നേതാവിനെതിരെ പുറപ്പെടുന്ന ഒരു സംഘം നിങ്ങളെ കൊല്ലും എന്ന് അമ്മാർ ഇബ്നു യാസിറിനോട് റസൂൽ പറയാം. പിൽക്കാലത്ത് അലി ബിൻ അബി ത്വാലിബിനെതിരെ യുദ്ധം ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഭയങ്കര ഒരു പാഠം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി ഈ പറയുമ്പോൾ സ്വഹാബികൾ പലരും ഉണ്ട്. ഈ അമ്മാർ ആരോട് പറയുമ്പോൾ, അമ്മാറെ ഒരു അതിര് വിട്ട് കിടക്കുന്ന സംഘം, അൽ ഫിഅത്തുൽ ബാഗിയ, സത്യത്തിനെതിരെ അതിർവിട്ടുപോയ സംഘം അമ്മാറെ നിന്നെ കൊല്ലും എന്ന് ആരോട് പറയുന്നുണ്ട്? അമ്മാർ ഇബ്നു യാസിറിനോട്. ആര് പറയാണ്? അല്ലാഹു റസൂൽ പറയാം. ഇത് കേൾക്കുന്നുണ്ട് കുറച്ച് സ്വഹാബികൾ. അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ സിദ്ദീഖ് വന്നു, വഫാത്തായി. ഉമർ ഖത്താബ് വന്നു, വഫാത്തായി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ വന്നു, വഫാത്തായി. അലി ഭരണകാലം. അലിയുമായി എതിരെ യുദ്ധമുണ്ടായി.
യുദ്ധം ഉണ്ടായപ്പോൾ ചില സ്വഹാബികൾ അലി ബിൻ അബി ത്വാലിബിന് എതിരായ സംഘത്തിലായിപ്പോയി. അതിൽ യുദ്ധം നടക്കുമ്പോൾ അലി റളിയല്ലാഹുവിന്റെ പക്ഷത്ത് അമ്മാറിനെ കണ്ടു, ഈ കൂട്ടത്തിലൊരു സ്വഹാബി. അപ്പൊ കരഞ്ഞിട്ടോടി, പടച്ചോനെ എനിക്കെന്ത് പറ്റിപ്പോയി. മനസ്സിലായില്ല, ഇവിടെ അമ്മാറൊരു അടയാളം. എന്ത്? അലിയാണ് സത്യൻ എന്നതിന് അടയാളമാണ് ആര്? അമ്മാർ. നേതാവിനെതിരെ പുറപ്പെടുന്ന ഒരു അക്രമി സംഘം നിന്നെ കൊല്ലും. ആ യുദ്ധത്തിൽ അമ്മാറെ കൊല്ലുകയും ചെയ്തു. അപ്പോഴത്തേന് ഈ സ്വഹാബി പറഞ്ഞു, പടച്ചോനെ ഞാൻ അത് കേട്ടതല്ലേ. അപ്പൊ ഒരു അടയാളം, ഈ അടയാളം പറയുന്നത് എന്തിനു വേണ്ടിയാ? ബോധമുള്ളവനെ ശ്രദ്ധിക്കാനാണോ? അല്ലേ? പറയ കുട്ടി, എന്തതി നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കണം. ആ സംഘത്തിൽ ആ സ്വഹാബി ഉണ്ടായതുകൊണ്ടല്ലേ. ഭയങ്കര വാക്കട്ടോ ഇത് എപ്പോഴാണ് കൊടുക്കണം അറിയാം? ഈ ഇഷ്ടിക ഇങ്ങനെ കൊടുക്കുക. എപ്പോൾ പള്ളി മസ്ജിദ് കുബ ഉണ്ടാക്കുക, കുബാ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നബി പഴുക്കുക, സ്വഹാബികൾ ഇഷ്ടിക കൊടുക്കുക. അപ്പൊ അമ്മാറെ കഴുത്ത് നബിയുടെ മുഖത്തിന് അങ്ങോട്ട് വന്നു. അപ്പോൾ അമ്മാറിനോട് പറഞ്ഞു, ചോര വാസനിക്കുന്നുണ്ട്, നേതാവിനെതിരെ പൊട്ടിപ്പുറപ്പെടുന്ന അക്രമി സംഘം നിന്നെ കൊല്ലും. അപ്പം മദീനയിൽ വന്നിട്ടേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? ഇതെന്നാ പറയണേ? മദീനയിൽ ഖുബാ പള്ളി പടുത്തുയർത്ത ആരാ പടവുകാരൻ? മുത്തുനബി. എന്നടോ മുത്തുനബി പടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങനെ ഇഷ്ടിക കൊടുക്കണം. അവ ഇഷ്ടിക കൊടുക്കുന്ന സമയത്ത് അമ്മാറിന്റെ ഇഷ്ടിക വന്നപ്പോൾ അമ്മാറിന്റെ കഴുത്ത് നബിയുടെ നേരെ വന്നു. അപ്പോൾ പറഞ്ഞു, അമ്മാറെ ചോര വാസനിക്കുന്നുണ്ട്. പിൽക്കാലത്ത് ഒരു അക്രമി സംഘം നിന്നെ കൊല്ലും. അവർ നേതാവിനെതിരെ പുറപ്പെടുന്ന അക്രമി സംഘമായിരിക്കും. ഈ അമ്മാർ അലി ബിൻ അബി ത്വാലിബിനെ തൊട്ടടുത്ത ആളാണ്. ഒരു കാലത്ത് ഈ സ്വഹാബികൾക്ക് അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ യുദ്ധക്കളത്തിൽ അമ്മാറിന് വന്നപ്പോൾ തിരിഞ്ഞു. ഇത് പലർക്കും മനസ്സിലായി. അന്ന് നബി പറയുമ്പോൾ ഇവരവിടെ ഉണ്ട്. ഒരു പാഞ്ഞു തടി തപ്പി. കാരണം ഞങ്ങളിവിടെ ആർക്കെതിരാകാണ്? റസൂലുള്ളാഹിക്കെതിരാകാണ്. കാരണം അമ്മാർ ഒരു അടയാളാണ്. അമ്മാർ ഏത് സംഘത്തിലാണോ ആ സംഘത്തിൽ നിൽക്കണം. അമ്മാറെ കൊല്ലുന്നവരാരായിരിക്കും? അക്രമികളായിരിക്കും. ഇതല്ലേ അടയാളം? എന്തിനൊരു അടയാളം പറ? എന്താ അവർക്ക് മനസ്സിലാകാത്ത? അപ്പൊ ഈ അടയാളങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നതിന്റെ പിന്നിൽ ഒരിക്കലും ചൂഷണമല്ല. ഒരു ഉറുപ്പിന്റെ പിന്നിൽ വാങ്ങണില്ല. ഒരു നിങ്ങൾക്ക് എന്റെ കഴിയെങ്കിൽ ദാറുൽ ഖുർആൻ കൊടുത്തോളൂ, എനിക്കെന്റെ ദാറുൽ ഖുർആൻ കൊടുത്തോളൂ. ഇല്ല, കൈ കൊടുക്കണ്ട. എന്നാലും നിങ്ങൾ ഇന്റലിജന്റ് ആയി നിങ്ങൾ കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ ചിന്തിക്കുക. ഇതാണ് ഈ പറയുന്ന ഇന്നത്തെ പ്രഭാഷണത്തിന്റെ മുഴുവനും അടിസ്ഥാനം. ഞാൻ ചില അടയാളങ്ങൾ ഹൈന്ദവ വേദ ഇതിഹാസങ്ങളിൽ നിന്ന് വായിക്കാം. ഭാഗവതത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഭാഗവതത്തിൽ 12-ാം സ്കന്ധം 3-ാം അധ്യായം 37-ാം ശ്ലോകം. എന്താ ഭാഗവതത്തിലെ 12-ാം സ്കന്ധം 3-ാം അധ്യായം 37-ാം ശ്ലോകം എന്താ പറയുന്നത്? പിതൃഭാതൃ സുഹൃജ്ഞാദീൻ ഹിത്വാ സൗരത സൗഹൃദ നാനാന്തൃ ശ്രുതസംവാദ ദീനാസ്ത്രൈണൈ കലൗ നരഹ. എന്താ പറഞ്ഞത്? കലിയുഗത്തിലെ അവസാന കാലഘട്ടം ആകുമ്പോൾ പിതാഭാതൃ സുഹൃജ്ഞാനീൻ ഹിത്വാ, പിതാവിനെയും മാതാവിനെയും സുഹൃത്തുക്കളെയും പുരുഷന്മാർ ഉപേക്ഷിക്കും. സൗരത സൗഹൃദ, സുരതം എന്ന് പറഞ്ഞാൽ ജിമാഴ്, ലൈംഗിക ബന്ധം. സൗരത സൗഹൃദ, അവരുടെ ബന്ധം അവരുടെ ലൈംഗിക ബന്ധത്തിലൂടെ ആയിരിക്കും. അപ്പൊ ബാപ്പാനെ ഒഴിവാക്കും, അച്ഛനെ ഒഴിവാക്കും, അമ്മയെ ഒഴിവാക്കും. ലോകം അവസാനിക്കാൻ അടുത്താൽ അച്ഛനും അമ്മയും പ്രധാനാവൂല, രക്തബന്ധു പ്രധാനാവൂല. സൗരത സൗഹൃദ, സുരതം ജിമാഴ്, സംയോഗം. സൗരത സൗഹൃദ. അപ്പോൾ ജിമാ ആയിരിക്കും, അഥവാ ലൈംഗിക ബന്ധമായിരിക്കും, സംയോഗമായിരിക്കും ഒരു മനുഷ്യന്റെ സൗഹൃദത്തിന്റെ വലയം. അതിൻ്റെ അർത്ഥം എന്താ? ഓൻ്റെ അളിയന്, ഓൻ്റെ പെണ്ണുങ്ങളെ ഏട്ടത്തിന് കിട്ടിയവന്, ഓൻ്റെ പെണ്ണുങ്ങളെ അനുജത്തിന് കിട്ടിയവന്, ഓൻ്റെ പെണ്ണുങ്ങളെ ഏട്ടത്തി അനുജത്തി, അവിടെ ആയിരിക്കും ഓൻ്റെ ബന്ധം. എവിടെ ആവൂല? ഓൻ്റെ സ്വന്തം ഏട്ടനേറ്റവും ബന്ധമുണ്ടാവില്ല, അളിയനേറ്റവും ബന്ധമുണ്ടാവും. ഏതളിയൻ? പെങ്ങളെ കെട്ടിയ അളിയനല്ല. ഏത്? പെണ്ണുങ്ങളാങ്ങളാ. ഇതാണോ നാട്ടിലെ ബന്ധം? ആണോ? അല്ലേ? ഓളേറ്റ് ബന്ധം ജിമാൻ്റെ ഉണ്ടല്ലേ? സൗരത സൗഹൃദ, ഇത് നാട്ടിൽ നടക്കണുണ്ടോ? അല്ലേ?
ഇതന്നെയല്ലേ നടക്കുന്നത്? ഭാഗവതം വായിക്കുന്നത് ലോകാവസാനമായി അങ്ങനെ ഇരിക്കും. ഒരു മനുഷ്യന്റെ പ്രധാന ബന്ധം ആരോടായിരിക്കണം? അവന്റെ വാപ്പാനോട്. ഇത് നബി പറയുന്നുണ്ട്. ഇതിന് നബി പറഞ്ഞത് എന്താ പറയുന്നത്? അതിനാ സദീഖഹു വഅഖ്സാ അബാഹു വഅഖ ഉമ്മഹു വഅദ്നാ വഅഖ ഉമ്മഹു വഅഖ്സാ അബാഹു വഅഖ ഉമ്മഹു വഅദ്നാ സദീഖഹു വഅഖ്സാ അബാഹു. അവൻ അവന്റെ വഅഖ ഉമ്മഹു, ഉമ്മാനെ അവൻ ഒഴിവാക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? വഅഖ്സാ അബാഹു, പിതാവിനെ അകറ്റും. അപ്പം വാപ്പിമ്മയില്ല, അതുവഴിയുള്ളതും ഉണ്ടാവില്ല. അതായത് അവന്റെ പെങ്ങളും ഉണ്ടാവില്ല, അളിയനും ഉണ്ടാവില്ല. അളിയനെ 100 വട്ടം പറഞ്ഞാലും, അതായത് പെങ്ങളെ ഭർത്താവ് പലവട്ടം പറഞ്ഞാലും കൊണ്ടുപോകില്ല. ഞോനെ ഗൾഫ് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ കാര്യമായ എന്തെങ്കിലും വിസക്ക് കൊടുക്കണം. അതേ സമയത്ത് പെണ്ണുങ്ങൾ അങ്ങനെ ഒന്നും വരണ്ട, ഇജിന് കുപ്പായിട്ടിന് വന്നാൽ മതി, ഇജൻ പോലും നല്ല എന്നോട് പറയണമെന്ന് അറിയാം, അതുകൊണ്ട് എന്ത് ജിമായുള്ള എന്താണ് ഇത്? ഭാഗവതത്തിലുള്ളതാ. ഇത് നാട്ടിൽ നടക്കണുണ്ടോ അല്ലേ? പറയാതല്ലേ പറഞ്ഞേ. സൗഹൃദ സൗഹൃദ സുരതമായിരിക്കും. സുരതം ജിമാ സംയോഗം എന്ന് മാത്രം, അത് മാത്രമായിരിക്കും. ജ്ഞാനാന്തൃശാല സംവാദ ദീനാശ്രയണേ കലൂനര. പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റിയ, സ്വന്തം ഭാര്യയെ ചുറ്റിപ്പറ്റിയ, ലൈംഗിക ബന്ധത്തെ ചുറ്റിപ്പറ്റിയ സൗഹൃദവും ബന്ധവും മാത്രമാണ് അക്കാലത്ത് മനുഷ്യന്മാർ കാത്തു സൂക്ഷിക്കുക. അതായത് ആ കാലത്ത് അവനെ അതേ കാത്തു സൂക്ഷിക്കൂ. അവൻ അധമനായിരിക്കും, അവൻ നിയന്ത്രിക്കപ്പെടും. ആരാൽ? ഭാര്യയാൽ നിയന്ത്രിക്കപ്പെടും. പെണ്ണുങ്ങളെ പെരേക്ക് വന്നിട്ട് പെട്ടിയൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് സാധനം എടുത്താൽ പിന്നെ ബാപ്പാനും മായും പോയി കാണുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നേരെ ആരോടുക്ക വരിക? എന്തല്ലേ? അമ്മായിമാനെ അച്ഛനുണ്ടോ ഉമ്മറൊക്കെ ഉണ്ടോ, സ്വന്തം അമ്മ അവിടെ കിടക്കുന്നുണ്ടോ, തിരിഞ്ഞു നോക്കൂല. അതിനൊരു ന്യായം പറയാം. ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, ഇക്കാക്കിയും കുറച്ച് പൈസ ഞാൻ കൊണ്ടുപോയിക്കോളാം. അമ്മായിമ്മ ആശുപത്രി കിടക്കുമ്പോൾ ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ വേണമെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന അമ്മായിമ്മൻ്റെ ആശുപത്രിയില്ല, ഉമ്മാൻ്റെ കാര്യത്തിലോ ഉമ്മാക്കും ഗുളിക വാങ്ങിക്കണമെങ്കിൽ എഴുതി വെക്കും. മറ്റൊന്നും കണക്കുണ്ട്. പെണ്ണുങ്ങൾ പറയും അത് നിങ്ങൾക്ക് കുറേ പൈസ ചിലവായി. അതൊന്നും സാരല്ല, അതൊക്കെ നമ്മൾ തമ്മിലല്ലേ. മനസ്സിലായില്ല? എന്തുകൊണ്ട്? ഓൻ്റെ കാര്യം, ഓൻ്റെ ലൈംഗിക വികാരം ഓളിൽ നിന്നാണ് നടക്കുന്നത്. ഇത് സത്യല്ലേ? വെള്ളം നിറച്ച് ഇത് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഷയ്ക്ക് ഒരു ബന്ധമില്ലാത്ത മുത്തുനബി. അപ്പൊ സോഴ്സ് ആരാണ്? അല്ലാഹു. ഭാഗവതത്തിലാണ് പാപ്പയെ വായിച്ച്. ഇങ്ങനെ എത്രയെന്നറിയോ? എത്രയോ ഹ്രസ്വകായ മഹാമാര പൂജപത്യ ഗതഹ്രിയ ശാശ്വതു കടുകഭാഷിണ ശര്യമായോരു സാഹസ. പെണ്ണുങ്ങൾ കഠിനമായ ഭാഷയിലായിരിക്കും സ്ത്രീകൾ ലോകാവസാനമാകുമ്പോൾ സംസാരിക്കുക. മനസ്സിലായില്ല? സ്ത്രീകൾ ഭക്ഷണപ്രിയരായിരിക്കും ലോകാവസാനം. കിട്ടിൻ്റെ ബാക്കി കഴിച്ചാലാണ് ഏത് കാലത്തും ആര്? പെണ്ണുങ്ങൾ. ലോകാവസാനം പെണ്ണുങ്ങൾ ഭക്ഷണപ്രിയരായിരിക്കും. നിങ്ങളോട് ഇപ്പോൾ ഈ റമദാൻ വന്നിട്ട് തന്നെ നിങ്ങളെ പെണ്ണുങ്ങൾ കൂടെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാക്കുക, നമുക്കിന്ന് മന്തിയിൽപ്പിക്കാം. നമുക്ക് മന്തിയിൽപ്പിക്കാം. അങ്ങനെ ഉദാഹരണം പറയും. പിന്നെ അവർ ആരാണ്? അവർ കടുകഭാഷണ, കടുകഭാഷിണ്യ, ശാശ്വത കടുകഭാഷിണ്യ. സ്ഥിരമായി പരുഷമായിട്ടാണ് പെണ്ണുങ്ങൾ സംസാരിക്കുക. ലജ്ജന സാധനം അവർക്കുണ്ടാവില്ല. അവർക്ക് എന്തുണ്ടാവില്ല? ലജ്ജയോ ഉണ്ടാവില്ല. ശാശ്വത കടുകഭാഷിണ്യ. അവർ സ്ഥിരമായി പെണ്ണുങ്ങൾക്ക് എന്തുണ്ടാവില്ല? ലജ്ജ ഉണ്ടാവില്ല. മുസ്തഫ നബി പറഞ്ഞില്ലേ, ഇതാ റുഫി അല ഹയാഉ മിനൻ നിസായി. ലോകാവസാനം വരിക പെണ്ണുങ്ങളിൽ നിന്ന് ലജ്ജ എടുത്തു പോയാൽ ലോകാവസാനം വരും. റസൂൽ പറഞ്ഞില്ലേ? ഇതന്നെയല്ലേ പറഞ്ഞത്? ഇതന്നെയല്ലേ ഇവിടെ പറഞ്ഞത്? ഗദഹ്രിയഹ. അവർക്ക് ലജ്ജയെ ഉണ്ടാവില്ല. ശാശ്വത കടുകഭാഷിണ്യ. സ്ഥിരമായി അവരെന്ത് ചെയ്യും? കടുത്ത ഭാഷയിലാണ് സംസാരിക്കുക. എന്താണെങ്കിലും കടുത്ത ഭാഷയിൽ സംസാരിക്കും. ഒരു കൃത്യമായിട്ട് ഒരു ഓർമ്മയുണ്ടാവും. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ അന്ന് ചെയ്ത എനിക്ക് ഓർമ്മയുണ്ട്. പെണ്ണുങ്ങൾ മോശം പറയല്ല കേട്ടോ, ഇതെങ്ങനെയാണ്? കടുത്ത ഭാഷ സംസാരിക്കും. അതാണ് അങ്ങനത്തെ കണക്ക്. അങ്ങനെയാണ് ലോകാവസാനം. അതൊരു സോക്കടാണ്. ലോകാവസാനത്തിന് നോക്കണാണ്. അവിടെ എന്തായി?
ഞാൻ അന്നേരം എൻ്റെ പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അത് ഈ കാലത്തിൻ്റെ കുഴപ്പമാണ്, ഞാൻ ക്ഷമിക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ ശിഷ്യാണ് അവൾ, എൻ്റെ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വിദ്യാർത്ഥിനിയെ ഞാൻ പിന്നെ കല്യാണം കഴിച്ചത്. എന്നാലും എന്താണ് അന്നൊക്കെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അത്ര വലിയ മാനായിട്ട് കണക്കാക്കി. ഇപ്പൊ കടുക്ക ഭാഷണ്യ കടുകട് തോർത്താനാ പറയാ. അപ്പൊ ഞാൻ അന്നേരം അവളോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് അത് എൻ്റെ കുഴപ്പമല്ല, അത് കാലത്തിന്റെ കുഴപ്പ, അത് ഭാഗവതത്തിലുണ്ട്. അങ്ങനെയാണ്. അല്ലാഹു കാക്കട്ടെ. ലോകാവസാനം വരുമ്പോഴാ ഇതൊക്കെ എത്ര സത്യം, എത്ര സത്യം. എങ്ങനെയാണ് ഈ സമൂഹത്തെയൊക്കെ വലിച്ചെറിയാം? ഇതൊക്കെ അവരൊക്കെ നമ്മളെ തൊട്ടടുത്തല്ലേ, എവിടെയൊക്കെ പേച്ചുന്നെരുതി, ഇതൊക്കെ ഒന്നല്ലേ, ഇതിൻ്റെ സോഴ്സ് ഒന്നല്ലേ. ഇതൊക്കെ ഈ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന റബ്ബ് നിശ്ചയിച്ചിട്ട് നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ പൊളിഞ്ഞു പോകില്ലേ ഈ വേദങ്ങളൊക്കെ? ഈ വേദങ്ങൾ ഇവിടെ ഏത് കാലത്തും ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചവൻ ആരാണ്? അല്ലാഹു അല്ലേ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ ഒരാൾ വിചാരിച്ചിട്ട് കാര്യമല്ല, ആര് വിചാരിക്കണം? അല്ലാഹ്. സർവേശ്വരൻ വിചാരിക്കാതെ ഒന്നും നടക്കില്ല. പഥോ സ്ത്രീ തദാ രാജൻ പരുഷഃ വാസ്ത്രിയം പതി യുഗാന്തേഷ രാജശാർദൂല ന ദോഷം ഉപായസ്യതി. ഒരു സ്ത്രീയും തന്റെ ഭർത്താവിൽ സംതൃപ്തി കണ്ടെത്തുകയില്ല. അതുപോലെ തന്നെയാണ് പഥോ സ്ത്രീ തദാ രാജൻ പുരുഷ വാസ്ത്രിയം പ്രതി യുഗാന്തേ രാജശാർദൂല ന ദോഷം ഉപാസ്യതി. അങ്ങനെ തന്നെയാണുങ്ങളും പുരുഷ വാസ്ത്രീയം പ്രതി. മനസ്സിലായില്ല? സ്ത്രീ പുരുഷനിൽ സംതൃപ്തി കണ്ടെത്തില്ല. ഭർത്താവായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സംതൃപ്തി വേറെ ആളായിരിക്കും. ഒരു പെണ്ണ് ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ സംതൃപ്തി വേറെ പെണ്ണായിരിക്കും. ഓഷോ രജനീഷിന്റെ ഒരു തിയറി ഉണ്ട്, കല്യാണം കഴിക്കരുത്. ഓഷോന്റെ തിയറിയാ, കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ അവളിൽ നിങ്ങളുടെ വികാരം നഷ്ടപ്പെടും. എന്തൊരു വർത്തമാനം, മനസ്സിലായില്ല? ഓഷോന്റെ തിയറിയാണ് കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചാൽ അവളിൽ വികാരം നിങ്ങൾക്ക് നഷ്ടപ്പെടും, പിന്നെ വേറൊരാളിൽ വികാരം ജനിക്കും. അപ്പോൾ ഒരു പെണ്ണിൽ നിങ്ങൾക്ക് വികാരം നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്ത് കല്യാണം ചെയ്ത്? അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇടപെടുന്ന പിശാചാണ്. ഒരു പൈശാചിക ബോധനങ്ങളാണ് ആര് കൊടുത്തത് ഒക്കെ. മൊത്തം പൈശാചിക, പിശാചിൻ്റെ ബോധനങ്ങളാണ്. പിശാചിന് പറയാനുള്ളത് മാത്രമാണ് ഓഷോ പറഞ്ഞു. ഫുള്ള് പിശാചിന് പറയണം. ഒരു പൈശാചിക പ്രവാചകൻ എന്ന് പറയാം ഓഷോ ജനിച്ചിനെ. ഇതന്നെ പറഞ്ഞത്. അതായത് ഭർത്താവായോ അതുവരെ അവന് മാണിക്കല്ലായിരിക്കും ഈ പെണ്ണിന്. ഭർത്താവായോ പിന്നെ സംതൃപ്തി ഉണ്ടാവില്ല. പിന്നെ അവൾ വേറൊരാളെ, മനസ്സിലായില്ല, കോളേജിൽ പഠിച്ചിരുന്ന വേറൊരാൾക്ക് ഫോൺ ചെയ്യും. പണ്ട് ഇവന് ഫോൺ ചെയ്തിട്ടാണ് ഈ കല്യാണം ഉണ്ടായത്. കല്യാണം നടക്കാൻ പറ്റുമ്പോൾ പിന്നെ വേറൊരാൾക്ക് ഫോൺ ചെയ്ത് തുടങ്ങും. അല്ല, കണക്ഷൻ മാറ്റും. അതുവരെ BSNL ആയിരുന്നു, പിന്നെ നമ്പർ അതന്നെ, പക്ഷെ എന്തായി, അത് മറ്റേതായി VI. മാറ്റും. ഇതന്നെ. ഇതൊക്കെ കൃത്യമാണ്. കൃത്യം. രക്ഷിഷ്യന്തി മനുജാ സ്ഥവിരൗ പിതരൗ അപി ഭാര്യാം പുത്രന്മാർ കുലജാം ശുദ്രാ ശുസുതരം പരാഹ രക്ഷ്യന്തി മനുജാ സ്ഥവിരൗ പിതരൗ. മനുഷ്യൻ അവസാന കാലഘട്ടത്തിലെ മക്കൾ ഒരിക്കലും മാതാപിതാക്കൾ അവർക്ക് ഭാരമായിരിക്കും. അവരെ സംരക്ഷിക്കുക അവർക്ക് വളരെ ഭാരമായിരിക്കും. അതായത് പരമാവധി നമ്മളെ മാതാപിതാക്കളെ സംരക്ഷിക്കും. സത്യമാണോ? അല്ലേ? എന്താ അച്ഛൻ്റെ മരണത്തിൻ്റെ കാര്യം വരെ ഇവൻ മാനേജ്മെന്റ് ഏൽപ്പിക്കുന്നവരല്ലേ ഇന്ന്. അതായത് ഇല്ല, പിന്നെ അവരുടെ പേരിന് വേണ്ടി എന്തെങ്കിലും അയച്ചു കൊടുക്കും. രക്ഷിക്കുകയേയില്ല. മനുജാഹ സ്ഥിരവിരൗ സ്ഥവിരൗ പിതരൗ അപി ഭാര്യാം. അതേപോലെ മഹത്വമുള്ള തൻ്റെ ഭാര്യയെയും സംരക്ഷിക്കാൻ അവനെ പ്രയാസമായിരിക്കും. ഒരു പഠിച്ചവനെ പേടിയും മറ്റൊക്കെ ഉള്ള ഒരു വീട്ടിൽ അറിഞ്ഞൊറിഞ്ഞ പെണ്ണാണെങ്കിൽ ആ പെണ്ണവന് ഭാരമായിരിക്കും. അതേ സമയത്ത് അവൻ്റെ സ്റ്റാറ്റസിനോട് മതിയാവില്ല. ഭാര്യ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് വന്ന് ഒരു ഒതുങ്ങി നിൽക്കുന്ന ആ പെണ്ണിനെ സംരക്ഷിക്കുന്ന അവന് ഇഷ്ടമുണ്ടാവില്ല. അതേ സമയത്ത് അവൻ വേറൊന്നിനെ കിട്ടും, അല്ലെങ്കിൽ വേറൊരുത്തിൻ്റെ ഒപ്പം നടക്കും.
മനസ്സിലായില്ല. ഇവന് പോണോടത്ത് മുഴുവനും പോയി ഹാഫ് കൈ കുപ്പായിട്ട് ഇവൻ്റെ കൂടെ ബീച്ചിൽ പോയിരിക്കാൻ പറ്റാത്ത പെണ്ണാണെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല. എന്ത് അങ്ങനെ തന്നെയല്ലേ പലതും അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല, വേറൊന്നില്ല താല്പര്യം ഉണ്ടാവുക. മാതാപിതാക്കളെ പുരുഷന്മാർ അക്കാലത്തെ ജനങ്ങൾ സംരക്ഷിക്കുകയില്ല, അതവർക്ക് ഭാരമായിരിക്കും. പിതാവ് അവർക്ക് ഭാരമായിരിക്കും. ശിശുധരം ഭരാ അവർ അവരുടെ ഉദരത്തിൻ്റെ അടിമകളായിരിക്കും ഓരോരുത്തരും. ജനനേന്ദ്രിയത്തിൻ്റെയും വയറിൻ്റെയും അടിമകളായിരിക്കും അക്കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും. ഉദരത്തിൻ്റെയും മനസ്സിലായില്ല. ആകെ ഓൻ്റെ സ്ഥലം രണ്ടാ. ഇവിടുന്നൊന്നും അല്ല, ഇവിടെ രണ്ട് സ്ഥലം അടുത്തടുത്താണ്. ഒന്ന് പള്ള, ഒന്ന് ലൈംഗികാവയവം. ഇതിൻ്റെ അടിമയായിരിക്കും മനുഷ്യന്മാർ ലോകാവസാനം വരുമ്പോൾ. ഇത് 5000 കൊല്ലം മുമ്പ്, 4000 3000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത് വരുന്നത്. നമുക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതിപ്പോൾ ഇത് എടുക്കുന്നത് ഭാഗവതം തന്നെ. ഭാഗവതത്തിൻ്റെ 12-ാം സ്കന്ധം 3-ാം അധ്യായം 42-ാമത്തെ ശ്ലോകം. അപ്പോൾ അവരവരുടെ ജനനേന്ദ്രിയത്തിൻ്റെ വയറിൻ്റെയും ലൈംഗികാവയവത്തിൻ്റെയും സംരക്ഷണം മാത്രം, അതായിരിക്കും മനുഷ്യൻ്റെ പ്രധാന ലക്ഷ്യം. അതെ. അമ്മോഹും പുത്തോനുഹും വക്കബിലത്തുഹും നിസാവും സുബ്ഹാന ജല്ല വഅല. നിങ്ങൾ പറഞ്ഞ നന്നായി, ഓർമ്മപ്പെടുത്തിയ നന്നായി മോനെ, കറക്റ്റ്. അമ്മോഹും പുത്തോനുഹും റസൂലുള്ളാഹി അറിയാം. അവരുടെ ഹമ്മ്, അവരുടെ മനസ്സിലെ ഒറ്റ വിഷയം ഉണ്ടാവുള്ളൂ, ബുത്തൂനുഹും, അവരെ വയർ. വക്കബിലത്തുഹും നിസാവും, അവരുടെ കിബില കഅബന്നാവില്ല, അവരെ പെണ്ണുങ്ങളായിരിക്കും കിബില. ഷറഫുഹും മതാഉഹും, അവരുടെ മഹത്വം അവരുടെ കയ്യിലുള്ള സാധനങ്ങളായിരിക്കും. അവരുടെ മൊബൈലിന് 2 ലക്ഷം വില. മോനെ മനസ്സിലായില്ല? 2 ലക്ഷം 3 ലക്ഷം ഒക്കെ വിലയുള്ള പിന്നെ പെന്നും മൊബൈലും ഒക്കെ കൊണ്ടുവന്നാണ് വെച്ചാൽ ഓൻ ആ പറഞ്ഞാൽ എല്ലാവരും അവിടെ പോയിപ്പെടും. ഓൻ ബെൻസിലൊക്കെ വരണം. ഓൻ എത്ര ഔലിയായിട്ടും 800 കാര്യമല്ല. എന്തിന് വരണം? ബെൻസിൽ വരണം. പിന്നെ അവൻ്റെ പോക്കറ്റിൽ കുത്തി 2 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം ഒക്കെ വിലയുള്ള പേനുണ്ട്. അങ്ങനെ പേനുണ്ട്. പേനൊക്കെ ഭയങ്കര ലക്ഷങ്ങൾ വരെയുള്ള പേന. ഇത് എഴുതാൻ വരെ പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും അതാണ് കുത്തും. എന്തുകൊണ്ട്? ഷറഫുഹും മതാഉഹും. മീറ്റിങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ അവൻ്റെ കയ്യിൽ അത് വേണം. പെൻസിലാണോ പറഞ്ഞത്? അവൻ്റെ മൊബൈലിൽ തന്നെ ഉണ്ടാവും എന്ത്? റോളക്സ് വാച്ചാ കിട്ടിയത്. റോളക്സ് കാണുമ്പോൾ തന്നെ മനുഷ്യന്മാർക്ക് പേടിയോ. 5 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ് വില. എന്താണ് ഈ വാച്ച്? നമ്മളിപ്പോൾ എവർ രൂപ ഡിസാൻ ജോസ് തന്നെ വാച്ചാൽ തന്നെ സാധനം. അതിൻ്റെ കൃത്യത വരെ ഇതിലുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ വാച്ച് അതാണ്. ഷർഫുഹും മതാഉഹും, അവരുപയോഗിക്കുന്ന സാധനമായിരിക്കും അവരെ മഹത്വം. അവരുടെ ഹമ്മ് എന്താണ്? എല്ലാം അങ്ങനെ തന്നെയല്ലേ. നമ്മളിപ്പോൾ എന്ത് പരിപാടിക്ക് പോയാൽ ലാസ്റ്റ് എന്താ ചോദിക്കുക? അതാണ് പരിപാടി. നമ്മളിപ്പോൾ 25,000 ഭക്ഷണം എല്ലാവരും കരയാൻ വേണ്ടി പള്ളിയെ പോകുകയാണെങ്കിലും എന്ത് ചോദിക്കും? അല്ല പരിപാടി എന്താണ്? ഔലക്ഷനാണ് ഈ പള്ളിക്ക് നട്ടപ്പം ബിരിയാണി മന്തിയാണ് മറ്റേ പള്ളിക്ക് അങ്ങോട്ട് പോകും. ആയിക്കോട്ടെ, മനസ്സിലായി. ഇതന്നെ ഹമ്മുഹും പുത്തൂനുഹും. അവരെ ഹമ്മ എന്തിലാണ്? വഖിബിലത്തുഹും നിസാഉഹും. അവരെ ഖിബില ആരായിരിക്കും? അവരെ ഭാര്യമാര്, പെണ്ണുങ്ങളാണ്. നിസാ പെണ്ണുങ്ങൾ, ഭാര്യ എന്നല്ല പറഞ്ഞേ, പെണ്ണുങ്ങൾ എന്നാ. അത് ചിലവന് ഭാര്യയായിരിക്കും, ചിലവന് കാമുകിയായിരിക്കും. അതാണ് പറഞ്ഞ അർത്ഥം.